ഹലോ വെൽക്കം ടു സഹറാഷ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മെഹന്തി ബ്രൈഡൽ മേക്കപ്പിനാണ് കേട്ടോ. ഞാൻ ഇന്ന് പോകുന്നത് കൊഴിഞ്ഞാമ്പാറയ്ക്കാണ്. പോകുന്ന സമയത്ത് കുറച്ച് മഴയുണ്ടെങ്കിലും അവിടെ എത്തുന്ന സമയത്ത് വലിയ കാര്യമായിട്ട് മഴയോ ഫംഗ്ഷനൊന്നും കുളവാക്കാത്ത രീതിയിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പോയ സമയത്ത് ഞങ്ങൾ കുറച്ചൊന്ന് പോസ്റ്റായിട്ടുണ്ടായിരുന്നു. കാരണം ബ്രൈഡിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡ് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു തിരക്കിൽ പെട്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞതിന് കുറച്ച് ടൈം ഡിലേ ആയിട്ടാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ബ്രൈഡ് നൗഫിയ. നൗഫിയ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്രൈഡാണ് കേട്ടോ. എന്നെ ബുക്ക് ചെയ്തപ്പോൾ തൊട്ട് ഓരോ കാര്യങ്ങളും ഫോൺ ചെയ്ത് ചോദിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരു ബ്രൈഡ് എന്ന് പറയുന്നത് നൗഫിയാണ് കേട്ടോ. കാരണം ആൾക്ക് ഒരു മെസ്സേജ് അയച്ചു, റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് അവൾ എന്നെ കോൾ ചെയ്യും കേട്ടോ. അങ്ങനെ കോൾ ചെയ്ത് നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പം പുതിയതായിട്ട് കാണുകയാണ് എന്നുള്ളൊരു ഫീലൊന്നും നൗഫീൻ്റെയിലും ഉണ്ടായിരുന്നില്ല, നൗഫീൻ്റെ ഫാമിലിയിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും അടിപൊളി ഫാമിലി ആയിരുന്നു നൗഫീൻ്റേത് കേട്ടോ. നൗഫി അതുപോലെ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു ബ്രൗൺ ലുക്കാണ്, മീൻസ് ഒരു ബ്രൗൺ ഐ ലുക്കും ബോൾഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ന്യൂട്രൽ ചിക്കു ഷെയ്ഡ്, അങ്ങനെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബോൾഡ് ലിപ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇതാണ് കേട്ടോ നാച്ചുറൽ ലൈറ്റിലുള്ള ലുക്ക്. ഈ റിംഗ് ലൈറ്റ് വെച്ചപ്പോൾ കുറച്ചും കൂടെ എന്തോ പൊട്ടിയടിച്ച ലുക്ക് ഉണ്ടായിരുന്നു. ഇതാണ് നാച്ചുറൽ ലൈറ്റിൽ ലുക്ക് വരുന്നത്. അപ്പം ഫേസ് മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ചായ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഹെയർ ക്രബ് ചെയ്തതിന് ശേഷം ഒരു കേളി ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളെ എങ്ങനെയാണോ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ലേഡീസ് പ്ലാനറ്റ് എന്നാണ്, പാലക്കാട് ലേഡീസ് പ്ലാനറ്റ് എന്നാണ് കേട്ടോ. ഈ ഒരു ജ്വല്ലറി ലേഡീസ് പ്ലാനറ്റിലുള്ളത് തന്നെയാണ്. അപ്പം അത് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊരു ഫോട്ടോവും വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താണോ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇടയിൽ പോയിട്ട് കുറച്ച് ക്ലിപ്സ് എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ റീലായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിന് പിറ്റേ ദിവസമാണ്, ഇത് മെഹന്തി നൈറ്റാണ്, നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമുക്ക് വെഡ്ഡിങ് വരുന്നത്. അതിന് കുറച്ചും കൂടെ ഒരു മേക്കപ്പിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് കാണാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് ഹറിബറി ആയിരുന്നു, കാരണം നമ്മൾ പറഞ്ഞ ടൈമിനേക്കാളിലും കുറച്ചും കൂടെ ടൈം എടുത്തിട്ടാണല്ലോ നമ്മൾ ഈ മേക്കപ്പ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ഹറിബറി ആയതുകൊണ്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. എന്തായാലും മേക്കപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ.